നമ്മുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് സമയം മനുഷ്യരായ നാമെല്ലാം ഉറക്കത്തിലാണ്. അതായത് 60 വയസ്സുള്ള ഒരാൾ 20 വർഷം ഉറക്കത്തിലായിരുന്നിരിക്കണം. ഇന്നത്തെ ഉറക്കത്തെ പഠിച്ച് അനേക പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. ഉറക്കത്തെക്കുറിച്ച് ശാസ്ത്രീയമായി അനേകം അറിവുകൾ നമുക്ക് ഇന്നുണ്ട്. 2 തരം ഉറക്കങ്ങളുണ്ട്: REM സ്ലീപ്പ് ആൻഡ് നോൺ REM സ്ലീപ്പ്. നോൺ REM സ്ലീപ്പ് തന്നെ ഉറക്കത്തിൻ്റെ സാന്ദ്രതയനുസരിച്ച്, ഗാഠതയനുസരിച്ച് 4 സ്റ്റേജുകളുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട പല റിപ്പയർ വർക്ക്സും നടക്കുന്നത് ഗാഠനിദ്രയിലായിരിക്കുന്നതാണ്. തലച്ചോറിൻ്റെ ഓർമ്മ സൂക്ഷിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്സ് ക്ലീനപ്പ് ചെയ്യുന്നതും ഗാഠനിദ്രയിലായിരിക്കുമ്പോഴാണ്. വളരെ ലൈറ്റായിട്ടുള്ള നിദ്രയിൽ, മയക്കത്തിൽ ഈ സാധാരണ ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സ്ലോ ആയിരിക്കും. സ്ലീപ്പ് സ്റ്റേജുകളെപ്പറ്റിയോ ഗാഠനിദ്രയെപ്പറ്റിയോ മയക്കത്തെപ്പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന മലയാള കവി ഉറക്കത്തെപ്പറ്റി എഴുതിയിരിക്കുന്നത് സെൻറ്റ് ബർഗ്മൻസ് കോളേജിൽ വെച്ച് ഉലഹന്നാൻ മാപ്പിള സാറ് പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. തൻ്റെ കുട്ടിയെ ഉറക്കാൻ കിടത്തിയ ശേഷം അമ്മ പാടി, കുഞ്ഞേ നീ ഉറങ്ങുവെന്ന്. പെട്ടെന്ന് നിരാലംബയായ തനിക്കും തൻ്റെ കുട്ടിക്കും പണക്കാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഉറക്കം അല്ല, മയക്കം മാത്രമാണ് അനുവദനീയമെന്നും കൊണ്ട് അമ്മ തിരുത്തി പറയുന്നു. അമ്മ പറയുകയാണ്, അരുതരുതരുമ മകൻ ഉറക്കമെന്നോ അതു പൊഴുതു ഒരു പായ്വാക്കുറച്ചുപോയി, ദുരിതമെഴുമെനിക്കു യോജിച്ചതല്ല പെരിയവർ തന്മൊഴി നീ മയങ്ങു കുഞ്ഞേ എന്ന്. അതേ കോളേജിൽ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുത്തിരുന്ന പ്രൊഫസർ CA ഷെപ്പാർഡ് സാറ് ഷേക്സ്പിയറിൻ്റെ മാക്ബത്താണ് പഠിപ്പിച്ചിരുന്നത്. തന്നെ വിശ്വസിച്ച ഡങ്കൻ രാജാവിനെ ചതിച്ചു വധിച്ച ശേഷം ഉറക്കമില്ലാതെ അലയുന്ന മാക്ബത്തിനെ കൊണ്ട് ഷേക്സ്പിയർ പറയിപ്പിക്കുന്നു, സ്ലീപ് that knits the raveled sleeve of care, balm of heart, mind, sore labours bathum. കവികൾ ഡോക്ടർമാരെക്കാളും ശാസ്ത്രജ്ഞന്മാരെക്കാളും എത്രയോ കൂടുതൽ ക്രാന്തദർശികളായിരുന്നു എന്നിത് കാണിക്കുന്നു. ഇന്ന് ഉറക്കത്തെ പറ്റിയല്ല, ഉറക്കക്കുറവിനെപ്പറ്റി, ഇൻസോമിനിയയെപ്പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം. ഡോക്ടർമാരെ കാണുവാനെത്തുന്ന രോഗികളിൽ പലരും അവരുടെ ഒരു പ്രധാന കംപ്ലൈൻറ്റ് ഉറക്കമില്ല എന്നാണ്. തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ജോലി നഷ്ടപ്പെടുന്നത്, കുട്ടികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, സ്വന്തപ്പെട്ടവർ മരിക്കുന്നത്, ഇതെല്ലാം ഉറക്കം നമുക്ക് കുറയ്ക്കാം. ഇതിന് അക്യൂട്ട് ഇൻസോമിനിയ എന്ന് പറയുന്നു. അക്യൂട്ട് ഇൻസോമിനിയയ്ക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. സമയമാണ് ഈ അവസരത്തിൽ ഇതിനും ഏറ്റവും പറ്റിയ വൈദ്യം. ദൗർഭാഗ്യ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഉറക്കക്കുറവും മാറിക്കൊള്ളും. ക്രോണിക് ഇൻസോമിനിയ, തുടർച്ചയായി നിൽക്കുന്ന ഇൻസോമിനിയയെപ്പറ്റി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. സാധാരണ മനുഷ്യർ ദിവസവും 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. എന്നാൽ ഒരു ദിവസം 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുകയും ഇത്തരം ഉറക്കക്കുറവ് ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാകുകയും ഈ ഇൻസോമിനിയ 1 മാസത്തിൽ കൂടുതൽ ദീർഘിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിനെ ക്രോണിക് ഇൻസോമിനിയ എന്ന് മെഡിക്കൽ പ്രാക്ടീസിൽ വിവക്ഷിക്കുന്നത്. ക്രോണിക് ഇൻസോമിനിയയുടെ സിംറ്റംസ് ചിലപ്പോൾ ഉറക്കാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല എന്ന് ആകാം, അല്ലെങ്കിൽ രാത്രി മധ്യേ വളരെ നേരം ഉണർന്നു കിടക്കേണ്ടി വരുന്നതെന്നാകാം, അല്ലെങ്കിൽ വളരെ നേരത്തെ ഉണർന്നു പോകുന്നുവെന്ന് അതുമാകാം. ചിലപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയതായിട്ടുള്ള സുഖവും സംതൃപ്തിയും ലഭിക്കുകയില്ല. പകൽ ക്ഷീണവും ഉറക്കവും തളർച്ചയും ഇറിറ്റബിലിറ്റിയും ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഇത് കാരണം തുടരും. ടെൻഷൻ, ഹെഡേക്സ് ചിലർക്ക് ഉണ്ടാകും. കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ ഡ്രൈവ് ചെയ്യുമ്പോൾ പല അപകടങ്ങളിൽ ചെന്ന് പെട്ടെന്ന് വരാം. ഈ ക്രോണിക് ഇൻസോംനിയയുടെ കാരണങ്ങൾ പലപ്പോഴും വീട്ടിലോ ജോലിസ്ഥലത്തോ ഒക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളാവാം. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇവയൊക്കെ ഉറക്കക്കുറവിൻ്റെ പ്രധാന ഘടകങ്ങളായി തീരാം. കാപ്പി, നിക്കോട്ടിൻ, മദ്യം ഇവകളെല്ലാം ഉറക്കം കുറയ്ക്കാം. ഉറക്കക്കുറവുള്ളവർ ഉച്ചയ്ക്ക് ശേഷം കാപ്പിയോ ചായയോ
നിവർത്തി ഉണ്ടെങ്കിൽ കഴിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഡീകാഫിനേറ്റഡ് ആയിട്ടുള്ള കോഫിയോ ടീയോ അതുപോലുള്ള പാനീയങ്ങൾ കഴിക്കണം. മദ്യം ഉറക്കം ആരംഭിക്കുവാൻ സഹായിക്കുമെങ്കിലും രാത്രിയുടെ മധ്യത്തിൽ ഉറക്കമില്ലാതെ കിടക്കാൻ ഇടയാക്കുന്നതും മദ്യമാണ്. ചില മരുന്നുകൾ ഉറക്കം കെടുത്താം. ചില ആൻറ്റി ഡിപ്രസൻസ് മെഡിക്കേഷന്, ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻസ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ്, ഡീകൺജസ്റ്റൻസ്, ഇവയെല്ലാം ഉറക്കം കുറയ്ക്കാം. രോഗം മൂലം, വേദന മൂലം, ആർത്രൈറ്റിസ് മൂലം, ഹാർട്ട് ഫെയിലിയർ മൂലം, ലിവർ ഡിസീസസ് മൂലം, സ്ട്രോക്ക് മൂലം ഇവയെല്ലാം ഉണ്ടാകുന്ന വേദനകൾ ഉറക്കം നശിപ്പിച്ചേക്കാം. സ്ലീപ്പ് അപ്നിയ, കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുക രാത്രിയിൽ, കുറച്ച് സമയത്തേക്ക് ശ്വാസം നിലച്ച് നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും ഞെട്ടി ഉണർന്ന് വീണ്ടും ബ്രീത്തിങ് വീണ്ടും ആരംഭിക്കുക. ഈ സൈക്കിള് രാത്രി പലപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. സ്ലീപ്പ് അപ്നിയ എന്ന രോഗത്തെപ്പറ്റി മുമ്പൊരിക്കൽ മുഖ്യ വിഷയമായി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്ലീപ്പ് അപ്നിയ ഉണ്ടെങ്കിൽ അതൊരു പൾമണറി മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ, ശ്വാസകോശ രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സിക്കപ്പെടേണ്ട ഒരു രോഗമാണ്. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറഞ്ഞ് മറ്റൊന്നുണ്ട്. ഒരു അൺപ്ലസൻറ്റ് സെൻസേഷൻ രാത്രിയിൽ കിടക്കുമ്പോൾ കാലിൽ തോന്നിയിട്ട് കാലിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതുമൂലം ഉറങ്ങാൻ സാധിക്കാതെ വരിക എന്നുള്ളതാണ് മറ്റൊന്ന്. എന്നാൽ ക്രോണിക് ഇൻസോംനിയയുടെ ചികിത്സ എന്താണ്? ഉറക്കത്തിന് മരുന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് അനേക രോഗികൾ ഡോക്ടർമാരെ വന്ന് കാണുന്നത്. സാധാരണ ഡോക്ടർമാർ കുറിച്ച് കൊടുക്കുന്ന 5-6 മരുന്നുകളുണ്ട്. ചുരുക്കം ദിവസങ്ങളിലേക്കല്ലാതെ വളരെ നാളത്തേക്ക് ഈ സ്ലീപ്പിംഗ് മെഡിസിൻസ് സാധാരണ ഡോക്ടർമാർ കുറിച്ച് കൊടുക്കാറില്ല. ഈ മരുന്നുകൾ അലർജിക് റിയാക്ഷൻ ഉണ്ടാകാം, ഇവ ഹാബിറ്റ് ഫോമിങ് ആവാം. അപൂർവ അവസരങ്ങളിൽ മാനസിക നില ഈ മരുന്നുകൾ തെറ്റിച്ചെന്ന് വരും. പണ്ടൊരിക്കൽ എൻ്റെ ഒരു രോഗിക്ക് ആംബിയൻ എന്ന് പറയുന്ന സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ഞാൻ കുറച്ച് കൊടുത്തു. അയാൾ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കഴിക്കും. അയാൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുവെന്ന് ഭാര്യ പറയുമ്പോൾ മാത്രമാണ് ഇയാൾ അറിഞ്ഞിരുന്നത്. ആംബിയൻ ടാബ്ലറ്റ് ഞാൻ നിർത്തിക്കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയിലെ അറിയാതെയുള്ള ഭക്ഷണവും അവസാനിച്ചു. സെനറ്റർ എഡ്വേർഡ് കെന്നഡിയുടെ പുത്രൻ കോൺഗ്രസ്മാൻ കെന്നഡി ആംബിയൻ കഴിച്ച ശേഷം അർദ്ധരാത്രിക്ക് അറിയാതെ ഡ്രൈവ് ചെയ്ത് കോൺഗ്രസ് ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സ് പിടിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. ഒരു വിവരവുമില്ലായിരുന്നു ആംബിയൻ കഴിച്ചതുകൊണ്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന്. താൻ ചെയ്യുന്നത് എന്തെന്ന് ജോണി സെനറ്ററിന് അറിയാമല്ലോ. ഇതൊരു വാർത്ത ലോകം മുഴുവൻ പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം മൂലം സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് തുടർച്ചയായി ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ചില സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഉണ്ട്. അത് ഇതിനേക്കാൾ ചിലപ്പോൾ അപകടകരമാണ്. ഈ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ് ഡ്രൗസിങ് ഉണ്ടാക്കും, മറ്റു അനേക പാർശ്വഫലങ്ങൾ ഉള്ളതാണ്. ക്രോണിക് ഇൻസോംനിയയുടെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ആരോഗ്യകരമായ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക എന്നാണ്. ഇതിനെ സ്ലീപ്പ് ഹൈജീൻ എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. ഒന്ന്, ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു കൃത്യസമയം ഉണ്ടാകുക. 2, ഉറക്കം വരുന്നില്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മറ്റെങ്കിലും ചെയ്ത് ഉറക്കം വരുമ്പോൾ മാത്രം വന്ന് കിടക്കുക. കിടക്കമുറി 2 കാര്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുക: ഫോർ സ്ലീപ്പിംഗ് ആൻഡ് ഫോർ സെക്സ്. ഭക്ഷണം കഴിക്കാനും TV കാണുന്നതിനും നിവർത്തിയുണ്ടെങ്കിൽ കിടക്കമുറി ഉപയോഗിക്കരുത്. പകൽ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ പകലൊരു 4-5-6 മണിക്കൂർ ഉറങ്ങി വെച്ച് രാത്രി കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ അതും നടക്കുകയില്ല. ചിലർ ഉറക്കം കെടുത്തുന്നതിന് ഉറങ്ങാനായിട്ട് കഴിഞ്ഞാൽ സാധിക്കത്തില്ല. ബട്ട് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു സ്ലീപ്പ്. ഉറക്കം വരുമ്പോൾ മാത്രം വന്ന് കിടക്കുവാനായിട്ട് ശ്രമിക്കുക. മറ്റൊന്ന്, ഉറങ്ങുന്നതിന് മുമ്പ് ഹെവി മീൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ ലഘുഭക്ഷണമാകും. എല്ലാ ദിവസവും 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് ഉറങ്ങുവാൻ സഹായിക്കും. എന്നാൽ ഈ ഭക്ഷണം കഴിക്കുന്നത് ഉറങ്ങുന്നതിന് 5-6 മണിക്കൂർ മുമ്പായിരിക്കണം, അല്ലെങ്കിൽ അതും ഉറക്കം കെടുത്തും. ബെഡ്റൂമിൽ ക്ലോക്ക്സ് ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കുക. ക്ലോക്കിനെ നോക്കിക്കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം അത് ക്ഷതപ്പെടുത്തും. അതുകൊണ്ട് അലാം വെച്ച് എഴുന്നേൽക്കണമെങ്കിൽ അലാം വെച്ച് മാത്രം എഴുന്നേൽക്കുക. ഉറങ്ങുന്നതിനായിട്ട് റിലാക്സ് ചെയ്യാനുള്ള മാർഗങ്ങൾ പലതുണ്ട്. പലർക്കും ബ്രീത്തിങ് എക്സസൈസ് ഒരു നല്ല മാർഗമാണ്. മറ്റനേകം റിലാക്സിങ്
ടെക്നിക്സ് ഉണ്ട്. അതുമല്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായി ചെയ്യുന്ന മാതിരി രാമനാമം ജപിച്ച് നോക്കിക്ക് നിദ്രാദേവി ഓടിയെത്തിക്കൊള്ളും. കേരളത്തിലെ ഒരു ക്രിസ്ത്യാനി വിഭാഗങ്ങൾ തലമുറകളായി ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ഒരു സൂത്താറ നമസ്കാരമുണ്ട്. സർവശക്തനായ ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞ് ഞാനിതാ നിദ്രയിലാകുന്ന അവസരത്തിൽ നീ എനിക്ക് കാവലായിരിക്കണമേ. സൗരഭ്യമുള്ള ഒരു ധൂപം പോലെ എൻ്റെ ഉറക്കം ദൈവമേ നിൻ്റെ മുൻപാകെ എത്തണം. ശരീരമടങ്ങിയുറങ്ങുമ്പോൾ കാവലുതായതു നിൻ ശക്തി, സൗരഭ്യമായൊരു ധൂപം പോൽ എൻ്റെ ഉറക്കം തിരുമുമ്പിൽ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ വൈ പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.